സുഹൃത്തുക്കളെ, ഇത് ഈ മോട്ടോറോഡിൻ്റെ EMX എന്നുള്ളൊരു ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രീ വീലും ചെയിനും മാറ്റാൻ പോകുന്ന വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒപ്പം എന്തായാലും ഇത് അഴിക്കുകയല്ല. അപ്പോൾ ഈ ടയറും കൂടി നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ടയർ അത്യാവശ്യം തേഞ്ഞിട്ടുണ്ട് കണ്ട. അപ്പോൾ ടയർ കൂടി മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ തലതിരിച്ച് വെച്ച ബൈക്ക് എന്നിട്ട് ഇവിടെ ഒരു തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. കാരണം LCD ഡിസ്പ്ലേക്ക് ഫ്ലോറിൽ മുട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ നമുക്ക് നേരെ നൈസായിട്ട് അയച്ചു തുടങ്ങിയാലോ. മോട്ടറിൻ്റെ വയർ നമുക്ക് ഇതുപോലെ ഡിസ്കണക്ട് ചെയ്യണം. ഒരു അരമർക്ക് കണ്ട ആ ഒരു ഡയറക്ഷനിലാണ് കേട്ടോ ഊരേണ്ടത്, ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തെറ്റിപ്പോരുത്. അപ്പോൾ അതേ പാൻറ്റിൻ്റെ സ്പാനർ എടുത്തിട്ട് നമ്മൾ എന്നിട്ട് ഈ രണ്ട് നെറ്റും ലൂസ് ചെയ്യണം. ലൂസ് ചെയ്താൽ മതി കേട്ടോ, അയച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ലോക്ക് കണ്ടോ, ആക്സിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലോക്കാണിത്. ഇത് ഈ ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഇതുപോലെ വരണം. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മോട്ടർ പവറുള്ളതായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഈ ഗിയർ യൂണിറ്റ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വീല് വരിക ഒരുപാട് ശ്രദ്ധിക്കണോട്ടോ. കാരണം നമ്മുടെ ഇത് മോട്ടോറാണ്, മോട്ടോറിലാണ് നമ്മുടെ ഈ ഫ്രീ വീല് വരുന്നത്. ഇതേ നമുക്കിത് എങ്ങനെയാണ് ഊരേണ്ടതെന്ന് നോക്കട്ടെ. അപ്പോൾ അതെ ഓർഡറായിട്ട് ഇത്ര ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്കെല്ലാം ഊരെടുക്കും. അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മൾ ഫ്രീ വീലയക്കാനുള്ള നമ്മുടെ ബോക്സ് വരുന്നത്. ഇതാണ്. പിന്നെ ഇത് കൂടാണ്ട് ഒരു ചെയിൻ വിപ്പും ഉണ്ട്. ഇത് ഞാൻ സ്പാനറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുകൂടി ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് ചൂസ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഈ വയർ ഇതിനകത്തേക്ക് കൂടി പോകണം. കാരണം അല്ലാത്ത ബോക്സ് വെച്ച് നമുക്ക് ഇത് അയക്കാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെ പോയിട്ട് നമുക്ക് ഈ സ്പാനർ ഉപയോഗിച്ചിട്ട് അയച്ചെടുക്കാം. പിന്നെ ഞാനിത് കുറച്ച് എഫർട്ട് ചെയ്തിട്ട് അയച്ച് ലൂസ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിരുന്നുള്ളൂ, കുറച്ച് ബലം പിടിക്കേണ്ടതായിട്ട് വന്നു. ചേസ് എന്നുള്ളൊരു കമ്പനിയുടെ ഫ്രീ വീലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ 450 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇതൊന്ന് വാങ്ങിച്ചു നോക്കിയത്.
അങ്ങനെ ഈ മോട്ടോറിൻ്റെ EMX എന്നുള്ള ഈ ഒരു ബൈക്ക് നമ്മൾ കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ, തുടച്ച് വൃത്തിയാക്കിയിട്ട്. അതെ, ഒപ്പം ടയറും മാറിയിട്ടുണ്ട്. അപ്പോൾ ടയർ മാറ്റുമ്പോഴുള്ള കിലോമീറ്റർ ഞാൻ പറഞ്ഞു തരേ. അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം കണ്ടത് ഇവിടെ ഒരു പവർ സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ 3002 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ടയർ മാറ്റി എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ അയച്ച സ്ഥിതിക്ക് മാറ്റി. കാരണം നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഹയർ ചെയ്യുന്നതുകൊണ്ട് നല്ല പെർഫോമൻസ് ആവശ്യമുള്ളതാണല്ലോ. കണ്ടോ 3003 കിലോമീറ്റർ. പിന്നെ ഇതാണ് കേട്ടോ ത്രോട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴേ സംഭവം പുലിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. 25 കിലോമീറ്റർ സ്പീഡാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് സിറ്റിയിൽ റൈഡിലും പിന്നെ അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷനിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ അനുഗ്രഹമാണ് ഈ ഒരു ബൈക്ക്. നല്ല വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ അല്ലേ? യെസ്.